ഫോട്ടോഷോപ്പ് നമുക്ക് ധാരാളം ഷേപ്പുകൾ തരുന്നുണ്ട്, പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഷേപ്പുകൾ. ഇവിടെ ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന ഒരുപാട് ഷേപ്പുകൾ, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഷേപ്പുകൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ധാരാളം ഷേപ്പുകൾ കാണാനായിട്ട് സാധിക്കും. ഈ ഷേപ്പുകൾ കൂടാതെ ഇതിൽ ധാരാളം ഷേപ്പുകൾ ഇവിടെ ഉണ്ട്. ഇത് കൂടാതെ ഈ കാണുന്നതെല്ലാം ഷേപ്പുകളുടെ വിവിധ തരത്തിലുള്ള അറേഞ്ച്ഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ഫോർമാറ്റ് ആണ്. ആവശ്യമായിട്ടുള്ളതിന് നമുക്ക് ഇതൊന്ന് സ്വീകരിച്ചുകൊണ്ട് ഓക്കെ കൊടുത്തുകൊണ്ട് ആ ഷേപ്പുകൾ സ്വീകരിക്കാം. എന്നാൽ നമുക്കും നമ്മുടേതായിട്ടുള്ള ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനായിട്ട് ആവശ്യമായ രീതിയിൽ നമുക്ക് ഒരു സെലക്ഷനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പാത്തോ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാനിവിടെ ഒരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പാത്തിലൂടെ നമുക്ക് പാത്തായിട്ട് കൺവേർട്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ എഡിറ്റ് മെനുവിൽ നിന്നും ഡിഫൈൻ കസ്റ്റം ഷേപ്പ് എന്ന് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള പേര് കൊടുക്കാം, ഓക്കെ കൊടുക്കാം. ഇനി നമ്മുടെ കസ്റ്റം ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തിലായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഷേപ്പ് ഉണ്ടായിരിക്കും. അതുപയോഗിച്ചിട്ട് നമുക്ക് ഷേപ്പുകൾ വരച്ചെടുക്കാവുന്നതാണ്. ഇവിടെ ഷേപ്പ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആവശ്യാനുസരണം ഷേപ്പുകൾ വരച്ചെടുക്കാവുന്നതാണ്. പിന്നീട് ആവശ്യാനുസരണം കളർ മാറ്റുകയും ബാക്ക്ഗ്രൗണ്ട് കളർ, ഫോർഗ്രൗണ്ട് കളർ ആവശ്യാനുസരണം മാറ്റിക്കൊണ്ട് കളറിലുള്ളതും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുകൊണ്ട് തന്നെ നമുക്ക് ബ്രഷും ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അത് മുന്നുള്ള പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്.